ഇതിനെ വേണമെങ്കിൽ റീസ്റ്റാർട്ട് എന്നൊക്കെ പറയാം. ഒരു 1.5 വർഷത്തിന് ശേഷം ഞാൻ ആ ഒരു കേക്കിൻ്റെ ഓർഡർ എടുത്തതാണ് കേട്ടോ. ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. സ്പോഞ്ച് നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാനും നല്ല ഈസി ആയിരുന്നു. സ്പോഞ്ച് വെറ്റ് ചെയ്ത് ഐസിങ് തുടങ്ങിയപ്പോൾ മുതൽ ആകെ ടെൻഷനായി. എന്താണെന്നല്ലേ, ഇതിൻ്റെ ക്രീം എന്തോ എനിക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ബീറ്റ് ചെയ്തിട്ടും എനിക്ക് സ്റ്റിഫ് പീക്സ് കിട്ടിയില്ല കേട്ടോ. ഒരുവിധം നന്നായി, പക്ഷേ എനിക്കിടയ്ക്ക് ക്രീം ലൂസ് ആവുന്നത് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓരോ ലെയർ വെക്കുമ്പോഴും കേക്ക് ഇങ്ങനെ തെന്നി പോകുന്നത് പോലെയൊക്കെ തോന്നി. പിന്നെ ഒരു വിധത്തിൽ കേക്ക് കംപ്ലീറ്റ് ചെയ്തു. ചുറ്റിലും ഒരു സിക്സാക് ഡിസൈനൊക്കെ കൊടുത്തു. ടോപ്പിലും താഴെയും വേറൊരു ഡിസൈനും കൊടുത്തു. പേരിടുന്ന വീഡിയോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നെക്സ്റ്റ് കേക്ക് ചെയ്യുന്ന സമയത്ത് അതെല്ലാം നന്നായിട്ട് തന്നെ ആഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കണം. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം ആയതുകൊണ്ടായിരിക്കും പുതിയ ബ്രാൻഡഡ് വിപ്പിംഗ് ക്രീംസ് ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഉള്ള ഒരു പരിചയം വെച്ചൊരു ക്രീമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.